ഞാനൊരു സാധാരണ വീട്ടമ്മയായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു ഞാനൊരു MBA ഹോൾഡറാണ്, സൈക്കോളജി പഠിച്ചിട്ടുള്ള ആളാണ്, വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിട്ടും മക്കളെ നോക്കുക എന്നുള്ള ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തു എന്നുള്ളത് കൊണ്ട്. നമ്മുടെ കമ്പനിയുടെ പേരെന്ന് പറയുന്നത് ഫിജിക്കാർട്ട് ഇ-കോമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. പക്ഷെ മറ്റുള്ള കമ്പനിയിൽ നിന്നും നമ്മുടെ കമ്പനികളെ വളരെ വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ കമ്പനിക്ക് വളരെ വ്യക്തമായ ഒരു മാസ്റ്റർ പ്ലാനും അതുപോലെ തന്നെ 6 തരത്തിലുള്ള ഇൻകം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കമ്പനിയുടെ മാസ്റ്റർ പ്ലാൻ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രേറ്റ് ലീഡർ ഇവിടെ അവൈലബിൾ ആണ്. പ്രതീക്ഷ എന്നാണ് മാഡത്തിന്റെ പേര്. മാഡം തൃശ്ശൂർ ജില്ലയിലെ കോലായിയാണ് മാഡത്തിന്റെ സ്വദേശം. അതുപോലെ തന്നെ മാഡത്തിന്റെ സിസ്റ്റർ മുഖേനയാണ് ഈ ഒരു ഫിജിക്കാർട്ട് എന്ന കൺസെപ്റ്റ് മാഡം ഏറ്റെടുത്ത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി പെട്ടെന്ന് തന്നെ 3ാമത്തെ റാങ്കായ സെയിൽസ് മാനേജർ എന്ന റാങ്കിലേക്ക് മാഡത്തിന് എത്താനായിട്ട് സാധിച്ചത്. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ മാസ്റ്റർ പ്ലാൻ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രതീക്ഷ മാഡത്തിനെ വളരെ സ്നേഹത്തോടു കൂടി തന്നെ ഞാൻ ഈ ഒരു സ്ക്രീനിലേക്ക് വെൽക്കം ചെയ്യാണ്. വെൽക്കം പ്രതീക്ഷ മാം, വെൽക്കം ടു ദ സ്ക്രീൻ. ആണല്ലോ അല്ലേ? ഓക്കെ ആണ് മാം, കണ്ടിന്യൂ ചെയ്യും. സോ വെൽക്കം ടു ദ ഫിജിറ്റൽ വേൾഡ്. ഈ ഒരു കാലഘട്ടത്തിൽ വളരെ പരിചിതമായി കൊണ്ടിരിക്കുന്ന ഒരു വേർഡാണ് ഫിജിറ്റൽ. ഇത് ആദ്യമായി അവതരിപ്പിച്ചത് ഫിജിക്കാർട്ട്.com ആണ്. ഫിസിക്കലായും ഡിജിറ്റലായും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം. അതോടൊപ്പം ഡയറക്റ്റ് സെല്ലിങ്ങും നെറ്റ്വർക്ക് മാർക്കറ്റിംഗും ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു പുതിയ കൺസെപ്റ്റ് ആണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അതാണ് ഫിജിക്കാർട്ട്.com. സോ വൺസ് അഗെയിൻ വെൽക്കം ടു ദ ഫിജിറ്റൽ വേൾഡ്. Technology changes. It is not the strongest or the most intelligent who will survive, but those who can best manage change. പ്രൊഫസർ ലിയോൺ സി മെഗിൻസിന്റെ ഒരു കോട്ട് നമുക്ക് ഇവിടെ കാണാം. ഏറ്റവും ശക്തനായവനോ ബുദ്ധിയുള്ളവനോ അല്ല, കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നവനാണ് ഇവിടെ അതിജീവിക്കുക എന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലാൻഡ് ഫോണിൽ നിന്ന് സ്മാർട്ട് ഫോണിലേക്കും അതുപോലെ തന്നെ ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ നിന്ന് ഓൺലൈൻ ബിസിനസ്സിലേക്കുമുള്ള ടെക്നോളജിയുടെ ഒരു ഡെവലപ്മെന്റ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതുപോലെ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം ആണ് ഫിജിക്കാർട്ട്.com. വേൾഡ്സ് ഫസ്റ്റ് ഡിജിറ്റൽ കമ്പനി വിത്ത് ഫാസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രീസ്. വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന 4 ഇൻഡസ്ട്രീസിനെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കമ്പനി വർക്ക് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇ-കോമേഴ്സ്, ഡയറക്റ്റ് സെല്ലിംഗ്, റെഫറൽ മാർക്കറ്റിംഗ്, ഹെൽത്ത് ആൻഡ് വെൽനസ്. ഇ-കോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനും സെല് ചെയ്യാനും കഴിയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. എന്നാൽ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ മാനുഫാക്ചർ ചെയ്ത പ്രോഡക്ട്സ് ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റ് ആയി ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന ഒരു വിപണന രീതിയാണ്. റെഫറൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പാഠ്യ വിഷയമായിരിക്കുന്ന ഈ ഒരു മേഖല വരും തലമുറകളിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങളും ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നെല്ലാം നമ്മൾ ഇതിനെ വിളിക്കുന്നുണ്ട്. ഹെൽത്ത് ആൻഡ് വെൽനസ്. നെക്സ്റ്റ് $1 ട്രില്യൺ ബിസിനസ് ഏതാണെന്ന് ഗൂഗിൾ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് ഹെൽത്ത് ആൻഡ് വെൽനസ് ആണെന്ന്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ന്യൂട്രിയൻസ് ഒക്കെ കിട്ടാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. വളരെ തിരക്ക് പിടിച്ചൊരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ആരോഗ്യം ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ ആളുകളെല്ലാം വളരെയധികം അശ്രദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ പോലെയുള്ള ഫുഡ് സപ്ലിമെന്റ്സിനെ നമ്മൾ എല്ലാവരും ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന 4 ഇൻഡസ്ട്രീസിനെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കമ്പനി പ്രവർത്തിക്കുന്നത്. ഇതൊരു ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം ആണെന്ന് പറയുന്ന സമയത്ത് ഈ ഒരു ഇ-കോമേഴ്സ് രംഗത്തെ ചില കണക്കുകൾ കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. 2009 $390 കോടി വരുമാനമാണ് ഉണ്ടായതെങ്കിൽ 2016 ആയപ്പോഴത്തേക്കും ഇത് $3800 കോടി ആയി വർദ്ധിച്ചു. 2026 ആകുമ്പോഴത്തേക്കും ഇത് $20,000 കോടി ആയി ഉയരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോംസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഫേസ്ബുക്ക്, ആമസോൺ, ഫ്ലിപ്കാർട്ട് ഈ ഒരു ശ്രേണിയിലേക്ക് തന്നെയാണ് ഫിജിക്കാർട്ട്.com മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡയറക്റ്റ് സെല്ലിംഗ് ബൂമിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ടേൺ ഓവർ അറൌണ്ട് ദ വേൾഡ്. ഒരുപാട് ലോകരാഷ്ട്രങ്ങളും അവിടുത്തെ ജനസംഖ്യയും ഡയറക്റ്റ് സെല്ലിംഗ് രംഗത്ത് ഉണ്ടായിട്ടുള്ള ടേൺ ഓവറുമാണ് ഈ ഒരു സ്ലൈഡിൽ കാണാനായിട്ട് സാധിക്കുന്നത്. USA പോലെയുള്ള 33 കോടി ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് 3,37,810 കോടിയുടെ ടേൺ ഓവർ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഏറ്റവും താഴെ മലേഷ്യ നോക്കാം. വെറും 3 കോടി ജനസംഖ്യയുള്ള രാജ്യത്ത് പോലും 30,550 കോടിയുടെ ടേൺ ഓവർ ഉണ്ടാകുമ്പോൾ ഏറ്റവും ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള 140 കോടിയിലധികം ജനസംഖ്യയുമായുള്ള ഇന്ത്യ മഹാരാജ്യത്ത് വെറും 19,000 കോടിയുടെ ടേൺ ഓവർ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വളരെ വലിയൊരു ബൂമിംഗ് ആണ് ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 2025 ആകുമ്പോഴേക്കും 64,500 കോടിയുടെ ടേൺ ഓവർ ഇന്ത്യയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്.
58 ലക്ഷം ജനങ്ങൾ ഈ ഒരു മേഖലയുമായി അസോസിയേറ്റ് ചെയ്യുമെന്നും അതിൽ 53% സ്ത്രീജനങ്ങളായിരിക്കുമെന്നാണ് വിദഗ്ധ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നവേ സിലബസ് അറ്റ് ഒരുപാട് യൂണിവേഴ്സിറ്റികളുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരു സിലബസ് ആയി വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് യൂണിവേഴ്സിറ്റികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, യൂണിവേഴ്സിറ്റി ഓഫ് കേരള, അണ്ണാ യൂണിവേഴ്സിറ്റി, എക്സെട്ര. നമ്മുടെ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ് എന്നിവയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഗൈഡ് ലൈൻസ് ഓൺ ഡയറക്ട് സെല്ലിംഗ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഈ ഓരോ രാജ്യത്തും പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ആവശ്യമുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡയറക്ട് സെല്ലിംഗ് ഗൈഡ് ലൈൻസ് ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നിയമത്തിനനുസരിച്ചുള്ള സ്റ്റേറ്റ് ഗൈഡ് ലൈൻസും ഇവിടെ കാണാം. ന്യൂസ് റിപ്പോർട്ട്സ്. ഫിജിക്കാർഡ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത സമയത്ത് പ്രമുഖ പത്രമാധ്യമങ്ങളിൽ വന്ന ന്യൂസ് റിപ്പോർട്ട്സ് ആണ് ഇവിടെ കാണുന്നത്. മലയാള മനോരമ, ദേശാഭിമാനി, ഇന്ത്യൻ എക്സ്പ്രസ് തുടങ്ങിയ പത്രങ്ങളിലെ ന്യൂസ് ക്ലിപ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 100 കോടി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ ഈ ഒരു കൺസെപ്റ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് എന്നാണ്. ഒഫീഷ്യൽ പ്രോഗ്രാം ഇൻ ദുബായ്. 2018 ഫെബ്രുവരി 23 ദുബായിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു ഒഫീഷ്യൽ പ്രോഗ്രാമിന്റെ ഫോട്ടോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആയിട്ടുള്ള ന്യൂട്രി ചാർജിന്റെ ലോഞ്ചിങ് സമയത്ത് എടുത്ത പിക്ചറാണിത്. അതിന്റെ ബ്രാൻഡ് അംബാസിഡറായ സാനിയ മിർസയെ നമുക്കിവിടെ കാണാം. ഒപ്പം ടീം മാനേജ്മെന്റിനെ കാണാം. ഫിജിക്കാർഡ് ഇന്ത്യൻ ലോഞ്ച്. നമ്മുടെ കമ്പനി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത സമയത്ത് എടുത്ത ഫോട്ടോ ക്ലിപ്സ് ആണിത്. 2018 ജൂലൈ 8 അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് ഉദ്ഘാടനം നടന്നിട്ടുള്ളത്. അന്നത്തെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മന്ത്രിയായിരുന്ന P. തിലോത്തമൻ സാറാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ളത്. തെന്നിന്ത്യൻ താരം തമന്ന ഭാട്ടിയായിരുന്നു ചീഫ് ഗസ്റ്റ്. ഒപ്പം ടീം മാനേജ്മെന്റിനെയും നമുക്കവിടെ കാണാം. ലീഡിംഗ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇൻ ഇന്ത്യ, ടെറിട്ടറി എക്സ്പാൻഷൻ. ഇന്ത്യയിലെ ലീഡിംഗ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആയിട്ടാണ് നമ്മുടെ കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ടെറിട്ടറി എക്സ്പാൻഷന്റെ ഭാഗമായി നേപ്പാൾ, മലേഷ്യ, USA എന്നീ രാജ്യങ്ങളിലേക്കാണ് കമ്പനി എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മാനേജ്മെന്റ്. നമുക്ക് നമ്മുടെ ടീം മാനേജ്മെന്റിനെ ഒന്ന് പരിചയപ്പെടാം. 160 വർഷത്തെ ബിസിനസ് പാരമ്പര്യമുള്ള ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിട്ടുള്ള ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ സർ തന്നെയാണ് നമ്മുടെ കമ്പനിയുടെയും ചെയർമാൻ. ഒരുപാട് സക്സസ്ഫുൾ ആയി റൺ ചെയ്തു പോകുന്ന അദ്ദേഹം ഒരു ചാരിറ്റി പ്രവർത്തകനാണ്. സെലിബ്രിറ്റി ബിസിനസ്മാൻ ഒക്കെ ആയിട്ട് അറിയപ്പെടുന്ന ഒരാളാണ്. തികഞ്ഞ ഒരു മനുഷ്യസ്നേഹി കൂടിയായ അദ്ദേഹമാണ് നമ്മുടെ ചെയർമാൻ എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. വിഷൻ ആൻഡ് മിഷൻ. വ്യക്തമായിട്ടുള്ള ഒരു വിഷനോടും മിഷനോടും കൂടിയാണ് നമ്മുടെ കമ്പനി പ്രവർത്തിക്കുന്നത്. സാധാരണക്കാരായ ആളുകൾക്ക് ഇ-കോമേഴ്സ് രംഗത്ത് ഒരു ബെസ്റ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നൽകുക എന്നതാണ് നമ്മുടെ കമ്പനിയുടെ വിഷൻ എങ്കിൽ അതുവഴി ഒരു സാമ്പത്തിക നേട്ടത്തിലേക്ക് ഓരോരുത്തരെയും എത്തിക്കുക എന്നതാണ് നമ്മുടെ കമ്പനിയുടെ മിഷൻ. അവർ ഇൻഫ്രാസ്ട്രക്ചർ. സ്റ്റാർട്ട് ചെയ്തിട്ട് 7 വർഷം മാത്രമായിട്ടുള്ള നമ്മുടെ കമ്പനിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഇവിടെ കാണുന്നത്. തൃശ്ശൂർ നെല്ലായിയിൽ 32,000 സ്ക്വയർ ഫീറ്റിൽ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന വേൾഡ് ഹെഡ് ക്വാർട്ടേഴ്സിന്റെ ഒരു 3D ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ നമ്മുടെ ഹെഡ് ഓഫീസ്, മാനുഫാക്ചറിംഗ് യൂണിറ്റ്, ലോജിസ്റ്റിക് വെഹിക്കിൾസ് എന്നിവയും നമുക്ക് ഇവിടെ കാണാം. ഫിജി സ്റ്റോഴ്സ്. ഫിസിക്കലായും ഡിജിറ്റലായും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന സമയത്ത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നത് കൂടാതെ ഫിസിക്കലായി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഫിജി സൂപ്പർ സ്റ്റോർ, എക്സ്പ്രസ് സ്റ്റോർ എന്നിവയുടെ പിക്ചേഴ്സ് ആണ് ഇവിടെ കാണുന്നത്. ഫിജി ബ്രാൻഡ്സ്. ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക് ഓൺ പ്രോഡക്ട്സ് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഗൈഡ് ലൈൻസ് ഇരിക്കെ 500-ലധികം ഓൺ പ്രോഡക്ട്സ് നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. പോപ്പുലർ ബ്രാൻഡ്സ്. ഒരുപാട് പോപ്പുലർ ബ്രാൻഡ്സ് നമ്മുടെ കമ്പനിയുമായി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഫെമിലിയർ ആയിട്ടുള്ള ബ്രാൻഡ്സ് നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രോഡക്റ്റ് ആയിട്ടുള്ള മിൽമ ആദ്യമായി ഒരു ഓൺലൈൻ സൈറ്റുമായി ടൈപ്പ് ചെയ്തിട്ടുള്ളത് ഫിജിക്കാർഡുമായിട്ടാണ്. നമ്മുടെ കമ്പനിയുടെ വരുംകാല ഗ്രോത്ത് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ നമ്മുടെ കമ്പനിയുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ഹൗ ടു എൻ്റർ ദ പ്ലാറ്റ്ഫോം. ഒരു ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യാൻ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണോ ആവശ്യമായിട്ടുള്ളത് അത് മാത്രമാണ് നമുക്ക് ഇവിടെയും ആവശ്യമായി വരുന്നത്. ആധാർ കാർഡ്, പാസ്പോർട്ട് പോലെയുള്ള KYC ഡോക്യുമെന്റ്സ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നിവ മാത്രമാണ് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ആവശ്യമായി വരുന്നത്. ആപ്ലിക്കേഷൻ ഫോം ആൻഡ് ഡയറക്ട് സെല്ലേഴ്സ് എഗ്രിമെന്റ്. നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്തുള്ള ആപ്ലിക്കേഷൻ ഫോമിന്റെയും ഡയറക്ട് സെല്ലിംഗ് എഗ്രിമെന്റിന്റെയും മോഡലാണ്. ഇനി പ്രൊമോഷൻ.
നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ കമ്പനിയുടെ ബിസിനസ് അവസരത്തെയും പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാനിനെയും പ്രൊമോട്ട് ചെയ്യുക എന്നതാണ്. ഓൺലൈനായും ഫിസിക്കലായും നമുക്ക് പ്രൊമോഷൻ ചെയ്യാം. ഓൺലൈൻ പ്രൊമോഷൻ ചെയ്യാനായിട്ട് വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ഉപയോഗിക്കാം. കൂടാതെ ഫിസിക്കലായി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫ്രണ്ട്സിനോടോ റിലേറ്റീവ്സിനോടോ നേരിട്ട് ഈ ഒരു ബിസിനസ് അവസരത്തെ പരിചയപ്പെടുത്തുകയും ചെയ്യാം എന്നുള്ളതാണ്. ട്രേഡ് വിത്ത് ടെക്നോളജി. ഒരു ട്രഡീഷണൽ ബിസിനസ്, ഇ കോമേഴ്സ്, അതുപോലെ ഫിജിക്കാർട്ട് എന്നിവ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ മാനുഫാക്ചർ ചെയ്ത ഒരു പ്രോഡക്റ്റ് ഉപഭോക്താക്കളിൽ എത്തണമെങ്കിൽ ഒരുപാട് ഇടനിലക്കാരുടെ കൈകളിലൂടെ പാസ് ചെയ്തിട്ട് വേണം. അപ്പോൾ 60% മുതൽ 80% വരെ ലാഭം പരസ്യക്കാർക്കും ഇടനിലക്കാർക്കും കൊടുക്കേണ്ടതായിട്ട് വരും. ഇവിടെ ഉണ്ടാക്കുന്നവർക്കും ഉപയോഗിക്കുന്നവർക്കും വളരെ കുറഞ്ഞ ലാഭത്തോടു കൂടിയാണ് ട്രഡീഷണൽ ബിസിനസ്സിൽ നടക്കുന്നത്. ഇനി ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം ആണെങ്കിൽ ഒരു വെണ്ടറിന്റെ സഹായത്തോടെ ഒരുപാട് പ്രോഡക്ട്സ് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുമ്പോൾ അതിന്റെ മുഴുവൻ ലാഭവും ഇ കോമേഴ്സ് ഓണർമാർക്കാണ് കിട്ടുന്നത്. എന്നാൽ ഫിജിക്കാർട്ട് ഇ കോമേഴ്സിൽ ഡയറക്റ്റ് സെല്ലിങ്ങും നെറ്റ്വർക്ക് മാർക്കറ്റിംഗും ബ്ലെൻഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും കമ്പനിയുടെ പ്രോഫിറ്റിന്റെ 42% ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള നമുക്ക് തന്നെ തിരിച്ചു കിട്ടുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ ഒരുപാട് സാധാരണക്കാർക്ക് വലിയ രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാൻ ഫിജിക്കാർട്ട് പ്ലാറ്റ്ഫോം സഹായിക്കുന്നു എന്നുള്ളതാണ്. പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാൻ. കമ്പനിയുടെ 42% നമുക്ക് തന്നെ തിരിച്ചു കിട്ടുന്നു എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ രീതിയിലാണെന്ന് ഈ ഒരു സ്ലൈഡിൽ വ്യക്തമാക്കുന്നത്. റീറ്റെയിൽ പ്രോഫിറ്റ്, ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്, ജനറേഷൻ ബോണസ്, മന്ത്ലി പെർഫോമൻസ് ബോണസ്, ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ്, ആനുവൽ പ്രോഫിറ്റ്, അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. റീറ്റെയിൽ പ്രോഫിറ്റ്. എന്താണ് റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു ഫിസിക്കൽ സ്റ്റോർ ഇട്ട് കഴിഞ്ഞാൽ ഏതൊരു പ്രോഡക്റ്റ് വിറ്റ് പോകുമ്പോഴും അതിന്റെ പ്രോഫിറ്റ് കടയുടമയ്ക്ക് കിട്ടും. ഇതുപോലെ തന്നെ നമ്മുടെ സ്റ്റോർ, നമുക്ക് ഇവിടെ ഒരു ഓൺലൈൻ സ്റ്റോർ ആണുള്ളത്. ഈ ഒരു സ്റ്റോറിൽ നിന്ന് എന്തൊരു പ്രോഡക്റ്റ് വിറ്റാലും വാങ്ങിയാലും ആ പ്രോഡക്റ്റിന്റെ ബേസിൽ ആ സ്റ്റോർ ഓണർക്ക് കിട്ടുന്ന ലാഭത്തെയാണ് റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്. പേര് പോലെ തന്നെ ബിസിനസ് എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇൻകം ആണ് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്. നമുക്ക് കിട്ടുന്ന ഡിജിറ്റൽ സ്റ്റോറിനെ ഫ്രാഞ്ചൈസികളായി മറ്റുള്ളവരിലേക്ക് റെഫർ ചെയ്ത് നമ്മുടെ സ്റ്റോറിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 2 വിങ്ങുകളിലായി നമ്മൾ റെഫർ ചെയ്യുന്ന ഓരോ സ്റ്റോറുകളിലും നടക്കുന്ന ബിസിനസിന്റെ സെയിൽസ് വോളിയത്തിനനുസരിച്ചുള്ള എമൗണ്ട് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് ലഭിക്കുന്നു. ഇങ്ങനെ 2000 രൂപ മുതൽ 30,000 രൂപ വരെ ഒരു ദിവസം നേടാൻ പറ്റുന്ന ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാൻ ആണിത്. ഒരു മാസം 9 ലക്ഷം രൂപ വരെ ബിസിനസ് എക്സ്പാൻഷൻ ബോണസിലൂടെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ജനറേഷൻ ബോണസ്. അടുത്തായിട്ട് നമ്മൾ ഈ ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്റ്റോറുകൾ നമുക്ക് റെഫർ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സ്റ്റോറുകൾ നമ്മളുടെ ഫസ്റ്റ് ജനറേഷനും അവയിലൂടെ കണക്ട് ചെയ്യുന്ന സ്റ്റോറുകൾ നമ്മുടെ സെക്കൻഡ് ജനറേഷനുമായിരിക്കും. അങ്ങനെ 9 ജനറേഷനിലുള്ള സ്റ്റോറുകളിൽ നടക്കുന്ന ബിസിനസ് വോളിയത്തിന്റെ 20 to 50% പ്രോഫിറ്റ് മന്ത്ലി ബേസിൽ നമുക്ക് തന്നെ കിട്ടുന്നു. ഇതിനൊരു സീലിംഗ് ലിമിറ്റ് ഇല്ല എന്നുള്ളതും വളരെ മാജിക്കലായിട്ട് ഭാവിയിലേക്ക് ഇൻകം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാൻ ആണ് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ്. കമ്പനിയുടെ 3ാമത്തെ റാങ്കായ സെയിൽസ് മാനേജർ ആയിട്ടുള്ളവരുടെ ഫാമിലിയിലേക്ക് 4 പേർക്ക് 2 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൂടെ കമ്പനി നൽകുന്നു എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മന്ത്ലി പെർഫോമൻസ് ബോണസ്. പേര് പോലെ തന്നെ ഒരു മാസ വരുമാനം കിട്ടുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് ആണിത്. അതായത് നമ്മൾ ബിസിനസ് എക്സ്പാൻഡ് ചെയ്ത് 2000 സെയിൽസ് വോളിയം മാച്ച് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ 3rd റാങ്കായ സെയിൽസ് മാനേജറിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അന്ന് മുതൽ നമ്മൾ മന്ത്ലി പെർഫോമൻസ് ബോണസിന് എലിജിബിൾ ആകും. ആനുവൽ പ്രോഫിറ്റ്. നമ്മുടെ കമ്പനിക്ക് 13 റാങ്കാണ് ഉള്ളത്. അതിൽ 11, 12, 13 റാങ്കുകളിലുള്ള ആളുകൾക്ക് കമ്പനിയുടെ ടോട്ടൽ ആനുവൽ പ്രോഫിറ്റിന്റെ 0.5% to 1.5% വീതിച്ച് നൽകുന്ന ഒരു ഇൻകം പ്ലാൻ ആണിത്. അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. ഈ പറഞ്ഞ വരുമാനങ്ങൾക്കെല്ലാം പുറമെ കമ്പനിയുടെ ബെസ്റ്റ് പെർഫോമേഴ്സിന് ധാരാളം അവാർഡുകളും റിവാർഡുകളും കമ്പനി നൽകുന്നുണ്ട്. അവ ഓരോന്നായി നമുക്ക് നോക്കാം. റൈഡർ ഫണ്ട്. കമ്പനിയുടെ 6ാമത്തെ റാങ്കായ ഡിവിഷണൽ സെയിൽസ് മാനേജർ എന്ന റാങ്ക് എത്തുമ്പോൾ 50,000 രൂപയുടെ റൈഡർ ഫണ്ടാണ് ലഭിക്കുന്നത്. കാർ ഫണ്ട്. കമ്പനിയുടെ 10ാമത്തെ റാങ്കായ സോണൽ സെയിൽസ് ടീം മാനേജർ ആയിട്ടുള്ള ആളുകൾക്ക് 5 ലക്ഷം രൂപയുടെ കാർ ഫണ്ടാണ് ലഭിക്കുന്നത്. ഇന്റർനാഷണൽ ഫാമിലി ട്രിപ്പ്. 11ാമത്തെ റാങ്കായ സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ പോസ്റ്റിൽ എത്തുന്നവർക്ക് 10 ലക്ഷം രൂപയുടെ ഒരു ഇന്റർനാഷണൽ ഫാമിലി ട്രിപ്പാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് 2 പേർക്കുള്ള വൗച്ചറാണ്. ഇത് നമ്മൾ പോയി തന്നെ എൻജോയ് ചെയ്യണം. പ്രീമിയം കാർ ഫണ്ട്. 12ാമത്തെ റാങ്കായ നാഷണൽ സെയിൽസ് മാനേജർ ആയവർക്ക് 50 ലക്ഷം രൂപയുടെ പ്രീമിയം കാർ ഫണ്ടാണ് കമ്പനി നൽകുന്നത്.
ഹാപ്പി ഹോം ഫണ്ട് 13ാമത്തെ റാങ്കായ നാഷണൽ സെയിൽസ് ടീം മാനേജർ എന്ന റാങ്കിൽ എത്തുന്നവർക്ക് 1 കോടിയുടെ ഹാപ്പി ഹോം ഫണ്ട് ആണ് കമ്പനി നൽകുന്നത്. നമ്മുടെ കമ്പനിയുടെ റാങ്ക്സും അച്ചീവ് ചെയ്യാനായിട്ടുള്ള ക്രൈറ്റീരിയയുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹൗ ക്യാൻ വി അച്ചീവ് ത്രൂ ഫിജിറ്റൽ അക്കാഡമി? ഈ ഒരു പ്ലാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ആളാണെങ്കിൽ, ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകളാണെങ്കിൽ പോലും പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് നമുക്ക് ഉണ്ടാവും അല്ലെ. നമുക്കിത് സാധിക്കുമോ ഇല്ലയോ, നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്നും പ്രത്യേകമായിട്ട് വന്നിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും പ്രത്യേകമായിട്ടുള്ള ട്രെയിനിങ് നൽകി നമ്മുടെ സ്കില്ല് ഡെവലപ്മെന്റ് ചെയ്യുന്നതിനും ബിസിനസ് എങ്ങനെ ചെയ്യാം എന്ന രീതിയിലേക്ക് വളർത്തുന്നതിനുമായിട്ട് ഒരു ഫിജിറ്റൽ അക്കാഡമി ഫ്രീ ഓഫ് കോസ്റ്റിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ ഫിസിക്കലായും ഡിജിറ്റലായിട്ടുള്ള ഒരു റെഗുലർ അവയർനെസ് പ്രോഗ്രാമും ഒപ്പം തന്നെ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷന്റെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാനും അതിന്റെ ലൈസൻസ് കിട്ടുന്നതിനും സാധിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇതാണ് നമ്മുടെ കമ്പനിയുടെ മാസ്റ്റർ പ്ലാൻ. ഈ ഒരു സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസ്, റീജിയണൽ മാർക്കറ്റിംഗ് ഓഫീസ് കർണാടക, റീജിയണൽ മാർക്കറ്റിംഗ് ഓഫീസ് തമിഴ്നാടു, ലോജിസ്റ്റിക് ഡിവിഷൻ എന്നിവയുടെയൊക്കെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഈ ഒരു മീറ്റിംഗിലേക്ക് കണക്ട് ചെയ്ത വ്യക്തിയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു കൺസെപ്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. താങ്ക് യു ജസീന മാം. അപ്പോൾ നമ്മൾ ഈ ഒരു കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ നമുക്ക് ഇവിടെ ഒരു ഗ്രേറ്റ് ലീഡർ അവൈലബിൾ ആണ്. റെയ്ഹാന എന്നാണ് മാഡത്തിന്റെ പേര്. മാഡം തൃശ്ശൂർ ജില്ലയിലെ കയ്പമംഗലാണ് മാഡത്തിന്റെ സ്വദേശം. അതുപോലെ തന്നെ മാഡം ഇപ്പോൾ അബുദാബിയിൽ സെറ്റിൽഡ് ആണ്. 4 മക്കളെ നോക്കിക്കൊണ്ട് ഒരു സാധാരണ ഒരു വീട്ടമ്മ ആ ഒരു നിലയിൽ ഇരിക്കുമ്പോഴാണ് മാഡത്തിന്റെ മകളുടെ ടീച്ചറുടെ ഒരു സ്റ്റാറ്റസ് കണ്ട് മാഡം ഈ ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. ഇതിനു മുമ്പ് മാഡം സൈക്കോളജി പഠിച്ചിട്ടുണ്ട്, MBA ഹോൾഡർ ആണ്. പക്ഷെ എന്നാൽ പോലും സാധാരണ ഒരു വീട്ടമ്മയിലേക്ക് പല സാഹചര്യം കൊണ്ട് നമുക്ക് മാറേണ്ട ഒരു അവസ്ഥ വരും അല്ലെ. അതുപോലെ മാറിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഈ ഒരു കൺസെപ്റ്റ് മാഡത്തിന്റെ കയ്യിലേക്ക് എത്തുന്നത്. നല്ല രീതിയിൽ തന്നെ മാഡം അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോയി ഇന്ന് 9ാമത്തെ റാങ്കായ സോണൽ സെയിൽസ് മാനേജർ എന്ന റാങ്കിൽ നിന്നാണ് മാഡം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മാഡത്തിനെ വളരെ സ്നേഹത്തോടു കൂടി തന്നെ ഞാൻ ഈ ഒരു സ്ക്രീനിലേക്ക് വെൽക്കം ചെയ്യാണ്. വെൽക്കം റെയ്ഹാന മാഡം. താങ്ക് യു സോ മച്ച് ജസീന മാം. ഓഡിബിൾ ആൻഡ് വിസിബിൾ അല്ലേ? ഓക്കെ ആണ്, കണ്ടിന്യൂ. ഓക്കെ, താങ്ക് യു. ഗുഡ് ഈവനിങ് ഓൾ. നമ്മുടെ ഒരു ബിസിനസ് ഓറിയന്റേഷൻ പ്രോഗ്രാം ഏകദേശം ഒരു 1/4 മണിക്കൂറോളായില്ലേ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഒരു ബിസിനസ് എങ്ങനെ തുടങ്ങാം, അല്ലെങ്കിൽ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി, ഒരു വരുമാന മാർഗം എങ്ങനെ തുടങ്ങാം എന്നുള്ള രീതിയിൽ ചെമ്മനൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫിജിക്കാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോഗ്രാമാണ് നിങ്ങൾ കൊണ്ടിരിക്കുന്നത്. അതിന്റെ ലാസ്റ്റ് സെഷൻ ആയിട്ടുള്ള വൈൻഡ് അപ്പ് സെഷനിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെയധികം അഭിമാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു വൈൻഡ് അപ്പ് സെഷനിൽ കമ്പനിയുടെ ലീഗാലിറ്റി, നിയമപരമായിട്ട് കമ്പനി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതുപോലെ ഇവിടുന്ന് എങ്ങനെ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ അല്ലെ വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ ഒരു മീറ്റിംഗ് ഇവിടെ അവസാനിക്കും. ഏകദേശം നാട്ടിലെ കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. അപ്പോൾ പലർക്കും ജോയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പ്രോഗ്രാമിലുള്ള ആളുകൾക്ക് പോലും പ്രോഗ്രാം വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എന്ത് തന്നെ വന്നാലും ഇവിടെ ഈ ഒരു വർക്ക് ടീം വർക്കിന്റെ ബേസിലാണ്, ഡിജിറ്റലായിട്ടും ഫിസിക്കലായിട്ടും നമ്മൾക്ക് വർക്ക് ചെയ്യാം എന്നുള്ള സാഹചര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെ ഒരുപാട് ആളുകൾക്ക് തൊഴിലവസരം എന്നുള്ള രീതിയിലാണ്. അതായത് ഒരു ബിസിനസ് തുടങ്ങാൻ നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കെ നമ്മൾക്ക് ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ ഒരു ബിസിനസ്സിൽ നിന്നുണ്ടാക്കാൻ പറ്റുന്നതിനേക്കാൾ എളുപ്പത്തിൽ വരുമാനം ഉണ്ടാക്കാൻ, റിസ്ക് ഇല്ലാതെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന, അതും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും വീട്ടമ്മമാരാണെങ്കിലും അതായത് ഒരു പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം എന്നുള്ള ഒരു കൺസിഡറേഷൻ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഇത് ഏറ്റെടുത്ത് പ്രവർത്തിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഏറ്റെടുത്ത് പ്രവർത്തിച്ച് വളരെയധികം വിജയം വരിച്ച ഒത്തിരി ആളുകളാണ് നമ്മളോടൊപ്പം ഇവിടെ നമ്മുടെ ടീമുകളിലും നമ്മുടെ കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും കടന്നു വരുന്ന ഓരോ ആളുകൾക്കും വ്യക്തമായിട്ട് പറയാൻ സാധിക്കും നമുക്കിവിടെ എന്താണ് റിസ്ക് ഉള്ളത് എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ അല്ലെ. തീർച്ചയായിട്ടും ഈ ഒരു കമ്പനിയുടെ പാർട്ട്ണർഷിപ്പ് സ്റ്റോർ നമുക്കറിയാം ഇതൊരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആണ്. ഒരു ഇ-കൊമേഴ്സ് എന്ന് പറയുമ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് നമുക്കറിയാം ഈ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന കമ്പനികളും അതുപോലെ കൺസെപ്റ്റുകളൊക്കെയാണ് അല്ലെ. തീർച്ചയായിട്ടും
അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണ് അല്ലെ. തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ വെച്ചിട്ടാണെങ്കിലും നമ്മുടെ കയ്യിലുള്ള എന്താണ് നെറ്റ്വർക്ക് കണക്ഷൻ ഉപയോഗിച്ചുകൊണ്ടും ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും നമ്മൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത് അബുദാബിയിൽ നിന്നാണ്. അപ്പോ നമ്മുടെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട്, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഈ ഒരു മീറ്റിംഗിലേക്ക് അറ്റൻഡ് ചെയ്തിരിക്കുന്ന ആളുകളോട് ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും അധികം ആളുകളെ ഒരേ സമയം കാണാനും ഈ ഒരു ബിസിനസ് അവസരത്തെ പറ്റി പറയാനും ഒക്കെ ഉള്ള സാധ്യത കിട്ടിയത് അല്ലെ. തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിന്റെ ഈ ഒരു അവസരത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഒരു 4 വർഷം മുൻപ് ഈ ഒരു കൺസെപ്റ്റിലേക്ക് ഒരു വീട്ടമ്മയായിരിക്കെ എനിക്ക് കടന്നു വരാനായിട്ട് കഴിഞ്ഞത്. അപ്പോ എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോ നമ്മളെ സംബന്ധിച്ച് വിദ്യാഭ്യാസം ഉണ്ടായാലും നമ്മളെ മക്കളെ നോക്കാനും മാതാപിതാക്കളെ നോക്കാനും ഒക്കെ ആയിട്ട് പലർക്കും പല മലയാളി സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് മാറാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാധാരണ ഒരു മലയാളി ഒരു വീട്ടമ്മ എന്നുള്ള രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു കൺസെപ്റ്റ് ഇങ്ങനെ പാർട്ട് ടൈം ആയിട്ടും ഓൺലൈൻ ആയിട്ടും ചെയ്യാൻ പറ്റും എന്നുള്ള സാഹചര്യം എനിക്ക് ഉപയോഗിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോ നമ്മൾക്ക് എന്താണ് 400-ലധികം ആളുകളോട് ഈ ഒരു ബിസിനസ് അവസരത്തെ പറ്റി പറയുമ്പോൾ, ഈ ഒരു പ്ലാൻ പ്രസന്റേഷനിലൂടെ ഈ ഒരു ബിസിനസിനെ പറ്റി കേൾക്കുമ്പോൾ ബുദ്ധിയുള്ള ആളുകൾക്ക്, ഇത് മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾക്ക് ഈ ഒരു ബിസിനസ് അവസരത്തെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഒരു പ്ലാൻ പ്രസന്റേഷൻ വളരെ ഭംഗിയായിട്ട് രാജു മാഡം ഇവിടെ അവതരിപ്പിച്ചത്. അപ്പോ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന രീതിയിൽ കൃത്യമായിട്ട് ഒരു മാസ്റ്റർ പ്ലാൻ ആണ് നമ്മുടെ കമ്പനി അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു മാസ്റ്റർ പ്ലാനിലൂടെ നമുക്കറിയാൻ പറ്റും 6-7 തരത്തില് നമ്മൾക്ക് വരുമാനം കിട്ടുന്ന രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആണ്. ഒപ്പം തന്നെ അതിനകത്ത് ഒരു ഡയറക്റ്റ് സെല്ലിങ്ങും നെറ്റ്വർക്ക് മാർക്കറ്റിംഗും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഒരുപാട് എന്താണ് അവസരങ്ങളുടെ ഒരു സമന്വയം അല്ലെ. തീർച്ചയായിട്ടും ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എങ്ങനെ വിജയിക്കും എന്നുള്ളതും ഒരു ഡയറക്റ്റ് സെല്ലിംഗ് എങ്ങനെ വിജയിക്കും എന്നുള്ളതും ഒരു ഇ കൊമേഴ്സ് എങ്ങനെ വിജയിക്കും എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം കൂടി ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്തിട്ട് ഇതിന്റെ എല്ലാ അവസരങ്ങളും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു നിയമപ്രകാരം തന്നെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിയമം ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾക്ക് വന്നതിന് ശേഷം മാത്രമാണ് ഈ ബോബി ചെമ്മണ്ണൂർ ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് തന്നെ അല്ലെ. തീർച്ചയായിട്ടും അതിന്റെ ഒരു ഫൈനൽ കൺഫർമേഷൻ, എന്താ പറയാ, ഫൈനൽ ഒരു മാർഗരേഖ ഈ ഒരു അവസാന കഴിഞ്ഞ മാസം തന്നെയാണ് നമ്മുടെ പിണറായി സർക്കാർ കൃത്യമായിട്ട് രൂപീകരിച്ചു. ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ബോധവൽക്കരണം നമ്മുടെ നാട്ടിലൊക്കെ കൊടുക്കണം. അതുവഴി വലിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കാനും വലിയ രീതിയിൽ നമ്മുടെ നാട്ടിലെ പ്രോഡക്റ്റുകൾ ഇവിടെ തന്നെ വിറ്റഴിക്കാവുന്ന രീതിയിലേക്കൊക്കെ മാറി ഒരു വലിയ രീതിയിലേക്ക് ഒരു രാജ്യത്തിന്റെ പുനർനിർമ്മാണം വരെ നടത്താമെന്നുള്ള വ്യക്തമായിട്ടുള്ള പ്ലാന് വളരെ കാലങ്ങൾക്ക് മുൻപ് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾ ഇവിടെ ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയിരുന്നു. ഇന്ത്യ പോലുള്ള ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു രാജ്യത്ത് വലിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കാനും ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ പല മണി ചെയിൻ കമ്പനികളുടെ മറവില് അല്ലെ, MLM കമ്പനികളിലൂടെ പ്രവർത്തിച്ചുകൊണ്ട് അല്ലെ എന്താണ് നമുക്ക് പല ആളുകളുടെയും എന്താണ് പൈസ നഷ്ടപ്പെടാനും മാനം നഷ്ടപ്പെടാനും ഒക്കെ കാരണമായപ്പോ പല ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ വന്നു. ഇങ്ങനെയുള്ള ചെയിൻ സമ്പ്രദായത്തിൽ വരുന്ന സംഭവങ്ങളെല്ലാം തന്നെ പറ്റിപ്പാണ്, അത് പല ആളുകളുടെയും പൈസ നഷ്ടപ്പെടുന്നതാണ്. ഇങ്ങനെയുള്ള ഒരു മിഥ്യാധാരണ എന്ന് പറയാൻ പറ്റില്ല, കാരണം ആളുകളുടെ അനുഭവമാണ്. അപ്പൊ എല്ലാ ആളുകളും ഇത് ഇങ്ങനെയുള്ള ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് കണക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അത് മണി ചെയിൻ അല്ലേ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് ആളുകൾക്ക് എന്താണ് മണി ചെയിൻ എന്ന് ചോദിച്ചാൽ പോലും വ്യക്തമായിട്ട് അറിയില്ല. പകരം ഇവിടെ സംതിങ് എന്താണ് കാശിന്റെ ഒരു റൊട്ടേഷനും അതുപോലെ കാശ് പോണ പരിപാടി എന്ന് മാത്രമേ നമ്മുടെ ചുറ്റുമുള്ള നാട്ടുകാർക്ക് അറിയുള്ളൂ. പക്ഷെ ഇവിടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കൃത്യമായിട്ട് നിയമത്തിനനുസരിച്ച് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾക്ക് ഇവിടെ നമ്മൾ ഇതിലൂടെ വിറ്റഴിക്കുന്ന പ്രോഡക്റ്റുകളുടെ ക്വാളിറ്റികൾ ഉറപ്പുവരുത്തി എല്ലാ തരത്തിലും ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾ ഏതൊക്കെ രീതിയിൽ വർക്ക് ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ്, ആ മാർഗരേഖകൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന രീതിയിൽ ഇവിടെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്ന ഒരു ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ കേരള ഗവൺമെന്റ് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ IAS IPS ഓഫീസേഴ്സിന്റെ മേൽനോട്ടത്തില് കമ്പനികൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ കമ്പനി അടക്കമുള്ള കമ്പനികൾ രജിസ്റ്റേർഡ് ആണ്.
അപ്പൊ അതിന്റെ ഒരു രജിസ്ട്രേഷൻ അപ്ഡേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് എന്താ പറയാ വിശ്വസിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയായിട്ട് നമ്മുടെ കമ്പനി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇപ്പോ ഇതൊരു ചെയിൻ അല്ലേ, മണി ചെയിൻ അല്ലേ, പൈസ നഷ്ടപ്പെടുന്ന കാര്യമല്ലേ എന്നൊരാൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾക്ക് വ്യക്തമായിട്ടുള്ള മറുപടി ഉണ്ട്. നമ്മളിവിടെ ഒരാളുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും വാങ്ങിക്കൊണ്ടല്ല ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ ഡിജിറ്റലി ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിന്റെ പാർട്ട്ണർഷിപ്പ് സ്റ്റോർ എടുക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെയുണ്ട്. അതിനൊരു ഫ്രീ ഓഫ് കോസ്റ്റിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും രജിസ്ട്രേഷൻ ചെയ്യാനും സ്വന്തമായിട്ട് ഒരു ഓൺലൈൻ ആയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെ നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാനുമുള്ള ഒരു സാഹചര്യം ഇവിടെയുണ്ട്. നമ്മൾക്കിത് ബിസിനസ് ആയിട്ട് ഏറ്റെടുക്കണമെങ്കിൽ അല്ലെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്റ്റോറിൽ നിന്ന് ഒരു മിനിമം 100 സെയിൽസ് വോളിയത്തിന്റെ പ്രോഡക്റ്റ് ലൈഫ് ടൈമിൽ ഒരൊറ്റ തവണ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള, നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മുടെ തൊട്ടടുത്ത സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ നമ്മൾ നിരന്തരമായിട്ട് വാങ്ങിച്ചു കൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റുകൾ, നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് പ്രോഡക്റ്റുകൾ നമ്മുടെ സൈറ്റിൽ നിന്ന് വാങ്ങിക്കുന്നത് വഴി നമ്മുടെ ആ സൈറ്റ് ആക്ടിവേഷൻ ആവുകയും നമ്മൾക്കത് മറ്റുള്ള ആളുകളിലേക്ക് റെഫർ ചെയ്തുകൊണ്ട് ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാനും പറ്റും. ഇതാണ് നമ്മുടെ ഇവിടെ ചെയ്യേണ്ടതായിട്ടുള്ള വർക്ക്. നമ്മൾക്ക് ബിസിനസ് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യും എന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഇവിടെ നമ്മൾ പ്ലാനിൽ പറഞ്ഞു, ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ കൊടുക്കാം. നമ്മളെ സംബന്ധിച്ച് ഒരാൾക്ക് മാക്സിമം 100 സെയിൽസ് വോളിയത്തിന്റെ പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഒരു സ്റ്റോർ ആക്ടിവേഷൻ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഒരു ഫാമിലി ബിസിനസ് ആയിട്ട് ഇത് വർക്ക് ചെയ്യാം. വീട്ടിൽ അച്ഛൻ, അമ്മ, മക്കള് ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു പാർട്ട്ണർഷിപ്പ് സ്റ്റോറിന് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യാനുള്ള ആ ഒരു അർഹതയിലേക്ക് കടക്കാൻ പറ്റും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാകുന്ന സമയത്ത് ഞാനൊരു സാധാരണ വീട്ടമ്മയായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു 4 മക്കളുണ്ട്. ചെറിയ കുഞ്ഞടക്കം ഉണ്ടായിരുന്ന സമയത്താണ് കൺസെപ്റ്റിനെ പറ്റി ഞാൻ കേൾക്കുന്നത്. ഇതൊരു ഓൺലൈൻ സാഹചര്യമാണ് അല്ലെ. കൊറോണ കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് ഒരുപാട് ആളുകളിൽ, ചെറിയ കുട്ടികളടക്കമുള്ള ഒരുപാട് ആളുകളുടെ കൈകളിൽ കൃത്യമായിട്ട് ഒരു നെറ്റ്വർക്ക് കണക്ഷൻ ഉള്ള സ്മാർട്ട് ഫോൺ ഉണ്ടായിരുന്ന ഒരു സമയം. അതാണ് എന്നെ സംബന്ധിച്ച് ഇനി വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിന്റെ ആ ഒരു മാറ്റം, അത് കൃത്യമായിട്ട് ഒരു ദീർഘവീക്ഷണം കാണാൻ പറ്റിയത് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇനി അങ്ങോട്ടേക്ക് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യം വളരെ വലിയ രീതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഒരു 2 വർഷം മുൻപായിരുന്നുവെങ്കിൽ, ഞാൻ സ്റ്റാർട്ട് ചെയ്യണേക്കാളും 2 വർഷം മുൻപായിട്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഈ ഒരു കോൺസെപ്റ്റുമായിട്ട് എനിക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കമ്പനി മോശമായിട്ടോ കമ്പനിയുടെ ഇൻകം സോഴ്സ് മോശമായിട്ടോ ഒന്നല്ല. എന്നെ പോലത്തെ ഒരു സാധാരണക്കാരിക്ക്, വീട്ടമ്മയായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഒരു ഓഫീസ് അവേഴ്സിനുള്ള സമയമില്ല. മക്കളെ നോക്കാനും മക്കളെ പഠിപ്പിക്കാനും വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ ഉള്ള ഒരു സമയം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരാൾക്ക് അതിലേറെ സമയം നമ്മൾക്ക് ചെലവഴിക്കാൻ പറ്റാത്ത ഒരു സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു ടൈമാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ അബുദാബിയിലായിരുന്നു. അബുദാബിയിൽ നിന്ന് നാട്ടിലേക്ക് കൊറോണ കാരണം മക്കളെ കൊണ്ടൊക്കെ വന്ന് ഇവിടെ വന്ന് പഠിപ്പിക്കാനായിട്ടൊക്കെ നാട്ടിൽ വന്ന് സെറ്റിലായി. ഏകദേശം കുറച്ച് മാസങ്ങൾ നമ്മൾ ആ ഒരു നാട്ടിലൊന്ന് സെറ്റിൽ ആവാനുള്ള ഒരു സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ. എൻ്റെ മകളെ പഠിപ്പിച്ച സ്കൂളിലെ ടീച്ചറുടെ ഒരു സ്റ്റാറ്റസ് ത്രൂ ആണ് ഞാൻ ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റി അറിയുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ദൈവസ്പർശമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിട്ട് പലരും പറയാറുണ്ട്. അതിങ്ങനെ വെറുതെ സാഹിത്യപരമായിട്ടൊന്നും പറഞ്ഞതല്ല. എന്നെ സംബന്ധിച്ച് കുറെ കാലമായിട്ട്, ഇപ്പൊ മാഡം പറഞ്ഞ പോലെ ഞാൻ ഒരു MBA ഹോൾഡർ ആണ്, സൈക്കോളജി പഠിച്ചിട്ടുള്ള ആളാണ്. വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിട്ടും മക്കളെ നോക്കുക എന്നുള്ള ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തു എന്നുള്ളത് കൊണ്ട് ജോലി എന്നുള്ളത് നമ്മുടെ ഒരു സെക്കൻഡ് പ്രയോറിറ്റിയിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പൊ എന്ന് കരുതി നമ്മൾക്ക് ജോലി ചെയ്യാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടോ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടോ കുടുംബം നോക്കാൻ സഹായിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. പകരം നമുക്ക് സമയമാവട്ടെ, കുട്ടികളൊക്കെ ഒന്ന് മുതിർന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു സമയം കിട്ടും, അന്നേരം നമുക്ക് വർക്ക് ചെയ്യാം എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷെ ഞാൻ ഫ്രീ ആവുമ്പോഴേക്കും നമ്മൾക്ക് ഇപ്പോൾ ആ സമയം ഉപയോഗിച്ച് വേണമെങ്കിൽ പോലും നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ നാട്ടിലെത്തിയ സമയത്ത് കിട്ടിയ കോൺസെപ്റ്റ്. നിങ്ങൾ എന്ത് പറയുന്നു? ഇതിന് ദൈവസ്പർശം എന്നല്ലാതെ എങ്ങനെ പറയാൻ പറ്റും? പിന്നെ എൻ്റെ അനിയൻ കാല് സുഖമില്ലാത്ത, ഹസ്ബൻഡിന്റെ അനിയൻ കാലിന് സുഖമില്ലാത്ത ഒരാളുണ്ട്. ആളിവിടെ കമ്പനിയുടെ 7ാമത്തെ റാങ്കിലേക്ക് എത്തിയിട്ടുണ്ട്. ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരാള്, വേറൊരു ജോബ് ചെയ്യാൻ കഴിയാത്ത ഒരാൾക്ക് ഡിജിറ്റൽ ആയതുകൊണ്ട് മാത്രം വലിയ രീതിയിലേക്ക് മാറാനായിട്ട് സാധിച്ചു. എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത്, കോളേജിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുള്ള ആള്, നന്നായിട്ട് ബ്രില്യൻ്റ് ആയിട്ട് പഠിച്ചിരുന്ന ഒരാളായിരുന്നു. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കണ്ണിന്റെ കാഴ്ച മുഴുവനായിട്ട് നഷ്ടപ്പെട്ടു. ഒരു കണ്ണ് മാറ്റി വെച്ചു. എന്നിട്ട് കുറെ കാലങ്ങൾക്ക് ശേഷമാണ്, സത്യത്തിൽ ഫിജിക്കാർട്ടിലൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിനെ നമ്മുടെ കോളേജ് ഗ്രൂപ്പിലൊക്കെ ഇത് ഒന്ന് പ്രൊമോഷൻ ചെയ്ത സമയത്താണ് ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് നടക്കാണ്.
കാരണം വീട്ടില് പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു ഫ്ലഡും അതുപോലെ നമ്മുടെ കൊറോണയും ഒക്കെ മൊത്തത്തിൽ അവരുടെ ബിസിനസ്സിനെയും എല്ലാത്തിനെയും ബാധിച്ച സമയത്ത് ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിച്ചുകൊണ്ട് ബ്രില്യൻസിന് അപ്പോഴും കുറവൊന്നുമില്ല, നമുക്ക് കാഴ്ചയ്ക്ക് മാത്രം കുറവുള്ളൂ. ഒരു കണ്ണ് മാറ്റി വെച്ചിട്ട് ഒരു മൊബൈൽ ഫോൺ ഡിസ്റ്റൻസിൽ മാത്രം കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരാള് ഒരു ജോലി അന്വേഷിച്ച സമയത്ത് കറക്റ്റ് കോളേജിന്റെ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഒരു ബിസിനസ് ഓറിയന്റഡ് പ്രോഗ്രാമിന്റെ ലിങ്ക് ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിനെ നിങ്ങൾ ദൈവസ്പർശം എന്ന് പറയില്ലേ? അവരിപ്പോ ഇന്ന് കമ്പനിയുടെ 5ാമത്തെ റാങ്കിലേക്ക് കയറി, നമ്മുടെ ലൈഫ് സെറ്റായി, കംപ്ലീറ്റ്ലി പോസിറ്റീവായി, ആ ഒരു കുറവുകളെ നികത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനും അവരുടെ ലൈഫ് തിരിച്ചു പിടിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലേക്ക് പോസിറ്റീവായിട്ട് മാറി എന്നുള്ളതാണ്. ഇതുകൊണ്ടാണ് എന്നെ പോലത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പറയും ഇതൊരു ദൈവസ്പർശമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. വേറൊന്നുമല്ല, ഇത് ആർക്കാണോ ആവശ്യം അവരുടെ കൈകളിലേക്ക് എത്തും, ആർക്കാണോ സ്വപ്നമുള്ളത് അവരുടെ കൈകളിലേക്ക് എത്തും. ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത് ഒരുപാട് ആളുകളിലേക്ക് റെഫർ ചെയ്യാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ടുള്ള കൈകളിൽ തന്നെയാണ്, കൃത്യമായിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും കിട്ടാൻ സാധിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ഈ ഒരു 4 വർഷം പിന്നിടുമ്പോൾ, ഏകദേശം 4 വർഷം ആവുന്നേ ഉള്ളൂ ഞാൻ ഈ ഒരു കോൺസെപ്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് കമ്പനിയുടെ 9ാമത്തെ റാങ്കിലേക്ക് ഇത്രയും തിരക്കുകളോടൊപ്പം തന്നെ എനിക്ക് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, സാധാരണക്കാരായിട്ടുള്ള ഒരു വീട്ടമ്മയ്ക്ക് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഓരോരുത്തർക്കും ഈ ഒരു കോൺസെപ്റ്റിനെ മനസ്സിലാക്കി അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇവിടുത്തെ ലീഡേഴ്സിന്റെയും ഫിജിറ്റൽ അക്കാദമിയുടെ ഒക്കെ സഹായത്തോടു കൂടി പഠിക്കുകയാണെങ്കിൽ, നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ ഫ്രണ്ടോ റിലേറ്റീവോ ഉണ്ടെങ്കിൽ ഒരു 2 പേരെങ്കിലും നമ്മൾക്ക് ഈ ഒരു ബിസിനസിന്റെ പാർട്ട്ണർ ആക്കി മാറ്റാൻ, വെറും 100 സെയിൽസ് വോളിയത്തിന്റെ പ്രോഡക്റ്റുകൾ അവർ ലൈഫിൽ വാങ്ങിക്കുന്ന പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചാൽ പോലും ഈ ഒരു സ്റ്റോർ ആക്ടിവേഷൻ ചെയ്തുകൊണ്ട് നമ്മൾ റെഫർ ചെയ്യുന്ന ഓരോ സ്റ്റോറുകളിലും അവര് നടക്കുന്ന കച്ചവടത്തിന്റെയും അവിടുന്ന് അവര് കണക്ട് ചെയ്യുന്ന ആളുകളുടെയും ഒക്കെ ആ ഒരു നടക്കുന്ന ഓരോ കച്ചവടത്തിന്റെയും സെയിൽസ് വോളിയത്തിന് കൃത്യമായിട്ടുള്ള വരുമാനം നമുക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ, APJ അബ്ദുൽ കലാം 2009 അദ്ദേഹം മരിക്കുന്നതിന് തൊട്ടു മുൻപത്തെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ആ ഒരു ഫ്രീഡം പരേഡിന്റെ ലാസ്റ്റ് ഉള്ള ഒരു രാഷ്ട്രപതിയുടെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ ഒരു രീതി, ഈ ഒരു മാർക്കറ്റിംഗ് രീതി കൃത്യമായിട്ട് യുവതലമുറ ഏറ്റെടുക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും മികച്ചത് അവർക്ക് നേടാൻ പറ്റും എന്നുള്ളതാണ്. എന്തുകൊണ്ടാ? ഇതൊരു സാധാരണ ബിസിനസ് ആണെങ്കിൽ നമ്മൾ അതിന്റെ ഇൻവെസ്റ്റ് ചെയ്യണം, ഫണ്ട് ഇറക്കണം, ഒരുപാട് നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, അതുപോലെ നമ്മുടെ എഫേർട്ട്, നമ്മുടെ എല്ലാതും എടുത്താൽ എന്നിട്ടും അത് വിജയിക്കുമോ വിജയിക്കില്ല എന്നുള്ളത് അല്ലെ നമുക്കറിയില്ല, നമ്മുടെ തലവര പോലെ ഇരിക്കും. പക്ഷെ അതേസമയം ഇതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയാണ്. ഇത് നമ്മൾക്ക് ഓരോരുത്തർക്കും എന്താണ് മറ്റുള്ള ആളുകളിലേക്ക് കൃത്യമായിട്ട് റെഫർ ചെയ്യാൻ പറ്റും. ഓരോരുത്തരും പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിലൂടെയാണ് നമ്മുടെ ബിസിനസിന്റെ സാധ്യത. ഒരുപാട് ആളുകളിലേക്ക് ഇത് ചെയ്യുമ്പോൾ 100 ആള് നമ്മൾക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ, ആ 100 ആളും ഓരോരുത്തരെ കണക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു ഇരട്ടിയായി. അപ്പൊ അതാണ് പറഞ്ഞത്, ഒരു യുവതലമുറ ഏറ്റെടുത്താൽ അതിന്റെ ഏറ്റവും മികച്ചത് നേടാൻ പറ്റുന്നതാണ് ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് രീതി എന്നുള്ളത്. അപ്പൊ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല സാമ്പത്തിക വിദഗ്ധൻ എന്ന് പേരെടുത്തിട്ടുള്ള അദ്ദേഹം, അല്ലെങ്കിൽ ഒരുപാട് കോടീശ്വരന്മാരുടെ പട്ടികയിൽ തന്നെ ഏറ്റവും മുൻനിരക്കാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന് ഇത്രയും വലിയ രീതിയിൽ പറയുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം, ഗൂഗിളിൽ ചെക്ക് ചെയ്ത് നോക്കണം. നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ട് ഏറ്റവും മികച്ച ആളുകൾ എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ പറയുന്നത്. ബിൽഗേറ്റ്സിനെ പോലെ ലോക കോടീശ്വരൻ പറയുന്നത് ഇനിയൊരു തുടക്കമുണ്ടെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വെച്ചുകൊണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ബോബി ചെമ്മണൂർ സാറ് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ പാഷൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വരാൻ കാരണം എന്താണ്? ബിസിനസ്സിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ആളാ, ബിസിനസിനെ പറ്റി നല്ല തലമുള്ള ആളാ. അദ്ദേഹത്തിന്റെ മനസ്സിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്താൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും വലിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെ. ഇതിലിപ്പോ വലിയ അമ്മയില്ലാത്തവർ, കഴിവില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും കഴിവുള്ള ഒരാളെയും സമയമുള്ള ഒരാളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി പോലും ഇവിടുത്തെ ലീഡേഴ്സിന് ഒരു ബിസിനസ് വളരെ ഗംഭീരമായിട്ട് നടത്താൻ പറ്റും. കൃത്യമായിട്ടുള്ള പ്രൂഫ് ഇവിടെ ഉണ്ട്. ഇല്ലാത്ത ആളുകൾ പോലും 50 ലക്ഷത്തിന്റെയും 1 കോടിയുടെ ഒക്കെ വരുമാനത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ ഇതൊരു പുഷ്പം പോലെ ചെയ്യാൻ പറ്റും. ഇത് പഠിക്കാനായിട്ട് തയ്യാറാകുക. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു വെറും ഒരു ചീട്ടുകൊട്ടാരം പോലെ പണിതുയർത്തിയിട്ടുള്ള ഇന്ന് തുടങ്ങി നാളെ അവസാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് ആയിട്ട് ഇതിനെ തെറ്റിദ്ധരിക്കരുത്. പല ആളുകളും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, ഇത് പറയുന്ന സമയത്ത് ഞാൻ ഇന്ന കമ്പനിയിലുണ്ട്, ഞാൻ ഇന്ന കമ്പനിയിലുണ്ട് എന്നൊക്കെ പറയും. കുറച്ച് ദിവസത്തിനുള്ളിൽ അത് കേൾക്കാം അത് പൊളിഞ്ഞു, അതിപ്പോ വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ എല്ലാവരുടെ കണ്ണിലും എന്താ ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിക്കും അതേ മോഹിക്കപ്പെടുന്നു.
തീർച്ചയായിട്ടും അല്ലെ. ഒന്നാലോചിച്ച് നോക്കാം, നമ്മുടെ കമ്പനിയുടെ വേൾഡ് ഹെഡ് ക്വാർട്ടേഴ്സ് തൃശ്ശൂർ, എറണാകുളം നാഷണൽ ഹൈവേയിൽ നെല്ലായില് 5 നിലകളിലായിട്ട് ഫിജി കാർഡിന്റെ സ്വന്തം എന്താണ് സ്ഥലത്ത് തന്നെ ഈ ഒരു ബിസിനസ്, ഈ ഒരു വേൾഡ് ഹെഡ് ക്വാർട്ടേഴ്സ് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾക്ക് കൃത്യമായിട്ട് ഈ ഒരു ഭാവിയെ കാണാതെ ഇതുപോലൊരു വേൾഡ് ഹെഡ് ക്വാർട്ടേഴ്സ് ലോകത്തുള്ള മുഴുവൻ ബിസിനസ്സിനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു വേൾഡ് ഹെഡ് ക്വാർട്ടേഴ്സ് പണിയാൻ വേണ്ടി പൈസ വെറുതെ ചെലവാക്കൂ? ഇപ്പോ ഏകദേശം 1 കോടിയുടെ അടുത്ത് ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടാണ് നമ്മുടെ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഒക്കെ പോലെയുള്ള, നമുക്ക് എല്ലാവർക്കും അറിയാം ആമസോണിനെ നമ്മൾ എങ്ങനെയാ കണ്ടു മനസ്സിലാക്കണേ? വെറും വെബ്സൈറ്റ് കണ്ടിട്ട് അല്ലെ. ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ നമ്മൾ കാണുന്നത് എങ്ങനെയാ? നമ്മുടെ ഗൂഗിളിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് വഴി നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആമസോണിന്റെ ഒരു സൈറ്റ് ആണ് നമ്മൾ കാണുന്നത് അല്ലെ. ഒരുപാട് ഒരു ഹൈപ്പർ മാർക്കറ്റ്, ഡിജിറ്റൽ ഒരു ഹൈപ്പർ മാർക്കറ്റ് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. നെറ്റ് ബാങ്കിങ് ത്രൂ നമ്മൾ എന്താണ് പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റ് ആണല്ലേ നമ്മൾ കാണുന്നത്. ഈ വെബ്സൈറ്റിന്റെ പ്രാധാന്യമാണ് ഇവിടെ ഞാൻ പറയുന്നത്. അതുപോലെ ഈ ആമസോണിനെ, ഫ്ലിപ്കാർട്ടിനൊക്കെ കിടപിടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വലിയ രീതിയിൽ എന്താണ് പൈസ ഇറക്കി ഒരു പുതിയ വെബ്സൈറ്റ് കൂടി ഇപ്പോ നമ്മുടെ കമ്പനി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ കുറഞ്ഞ ദിവസമായിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ കമ്പനി കൃത്യമായിട്ടുള്ള വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നീക്കുന്നത്. അപ്പൊ നമ്മളെ പോലത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ ഇതുവരെ കേട്ടതുപോലെ നമ്മൾ ഇതിനെ ചെറുതായിട്ട് കാണാതെ വലിയ വലിയ മിഷനോട് കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, ഈ ലോകം തന്നെ കീഴടക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുന്ന, ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന, വലിയ രീതിയിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന, ഒരു രാജ്യത്തിന്റെ തന്നെ പുനർനിർമ്മാണത്തിന് സഹായിക്കുന്ന, അല്ലെ, രാജ്യത്തിലേക്ക് കൃത്യമായിട്ടുള്ള GST കൊടുത്തുകൊണ്ടാണ് നമ്മുടെ കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷങ്ങളും കോടികളും GST കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ കമ്പനി ഗ്രോ ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലാണ് കമ്പനിയുടെ 7ാമത്തെ വർഷം ആകാൻ പോകുന്ന സമയത്തും നമ്മളുടെ ഈ ഒരു വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം അനുദിനം ആളുകൾ ഈ ഒരു കോൺസെപ്റ്റിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? നമ്മൾ കമ്പനി പ്ലാനിൽ പറയുന്ന പോലെ ഒരു മൂന്നാം റാങ്ക് സെയിൽസ് മാനേജർ എന്ന് പറയുന്ന പോസ്റ്റിൽ എത്തുമ്പോൾ മാസ വരുമാനം എന്ന് പറയുന്നു അല്ലെ. നമ്മൾ എന്തിനാ ജോലിക്ക് പോണേ? ഒരു മാസ വരുമാനം കിട്ടാനാ. ഈ ഒരു മാസ വരുമാനം നമ്മൾക്ക് ഈ ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടും എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരു ഓപ്ഷൻ നോക്കേണ്ട കാര്യം എന്ത്? അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരും, ഈ ഒരു ലോകമുള്ളിടത്തോളം കാലം ആളുകൾക്ക് പൈസ വേണം, ആളുകൾ സാധനങ്ങൾ മേടിക്കും. അതുകൊണ്ട് ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ ഈ ഒരു കോൺസെപ്റ്റിനെയും, ഒരു വരുമാനം ആഗ്രഹിക്കുന്ന ഒരാളെ ഈ ഒരു കോൺസെപ്റ്റിനെയും അവസാനം വരെ ഉപയോഗപ്പെടുത്തും. കൃത്യമായിട്ടുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായിട്ടുള്ള ഒരു ടീം മാനേജ്മെന്റിന്റെ കീഴിലുമായത് കൊണ്ട് അല്ലെ ധൈര്യമായിട്ട് ഈ ഒരു കോൺസെപ്റ്റിന്റെ ഭാഗമാകുക. ഇത്രയും നല്ല ഒരു ബിസിനസ് പ്ലാനും ഇത്രയും നല്ല ടീം മാനേജ്മെന്റിന്റെ സഹായത്തോടു കൂടി, ഫിജിറ്റൽ അക്കാദമിയുടെ സഹായത്തോടു കൂടി, ലീഡേഴ്സിന്റെ, അതുപോലെ ഇവിടെയുള്ള നമ്മുടെ മുന്നേ ജോയിൻ ചെയ്തിട്ടുള്ള നമ്മുടെ സീനിയേഴ്സിന്റെ കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പിലൂടെ നമ്മൾക്ക് ഇവിടെ എങ്ങനെ ബിസിനസ് ചെയ്യാം, എങ്ങനെ വിജയിക്കാം എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റും. അപ്പൊ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, കൺസെപ്റ്റിനെ പറ്റി സംശയമുള്ള കാര്യങ്ങൾ ചോദിക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾക്ക് സംശയമുള്ളതെങ്കിൽ ഇവിടെ നിങ്ങളെ കണക്ട് ചെയ്തിട്ടുള്ള ആളുകൾ അവരുടെ അവരുടെ ലീഡേഴ്സിനോട് ചോദിക്കുക. എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? എനിക്കൊരു വിദ്യാഭ്യാസം ഇല്ല, എനിക്കിത് ഫോൺ യൂസ് ചെയ്യാൻ അറിയില്ല, അങ്ങനെ നിങ്ങളുടെ റീസൺസ് ഒക്കെ പറയാം. ഇത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എന്നുള്ളതാ, ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളത് മാത്രം നോക്കുക. എന്നിട്ട് കിട്ടുന്ന ഈ ഒരു ബിസിനസ് അവസരത്തെ ഒരിക്കലും അത് ഉപേക്ഷിക്കാതിരിക്കുക. കാരണം ഇതുപോലൊരു അവസരം എന്നെ സംബന്ധിച്ച MBA ഹോൾഡർ ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ, ബിസിനസ് പഠിച്ച ആളാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ നമുക്കറിയാം പുറത്തിറങ്ങിയിട്ട് ഒരു സാധാരണ സ്റ്റോർ ഇടാണെങ്കിൽ എത്ര എമൗണ്ട് വരും, അതിന് എത്രത്തോളം നമ്മൾ അതിന്റെ റിസ്ക് എടുക്കണം എന്നുള്ളതൊക്കെ അറിയാവുന്ന നിലയ്ക്ക് ഇത്രയും സുന്ദരമായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. പഠിക്കുക, മനസ്സിലാക്കുക, കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുക, വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറയാണ്. വളരെയധികം സ്നേഹത്തോടു കൂടി ഇപ്പൊ ഈ ഒരു പ്രോഗ്രാമിന്റെ മാസ്റ്റർ ഓഫ് സെറമണി ചെയ്തിട്ടുള്ള ജെസിന മാമിനും പ്രതീക്ഷ മാമിനും നെറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള രാജു മാമിനൊക്കെ ഞാൻ നന്ദി പറയാണ്. ഒപ്പം തന്നെ ഈ ഒരു ഇത്രയും പ്രതികൂലമായിട്ടുള്ള ഒരു സമയത്തും അല്ലെ ഈ ഒരു മീറ്റിംഗ് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട പാർട്ട്നേഴ്സിനോടും ഗസ്റ്റുകളോടും എന്റെ സ്നേഹം അറിയിക്കുകയാണ്. ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റി കേൾക്കാൻ നിങ്ങൾക്ക് ഒരു അവസരം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വിജയിക്കാനും കൂടിയിട്ടുള്ള ഒരു അവസരം തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഇറ്റ്സ് മി റൈഹാന, സോണൽ സെയിൽസ് മാനേജർ ഓഫ് FijiCard.com. താങ്ക് യു. ഗുഡ് നൈറ്റ് ഓൾ. താങ്ക് യു ജസ്ന മാം.
താങ്ക് യു മാം. വളരെ വ്യക്തമായി തന്നെ അല്ലെ മാഡത്തിന്റെ ഒരു എക്സ്പീരിയൻസ്, അതുപോലെ നമ്മുടെ കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽസ്, ലീഗൽ സൈഡ്, ഇനി നമ്മൾ പ്രവർത്തിക്കണം, എന്താണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഇൻകം, എല്ലാം അതും വളരെ വ്യക്തമായി തന്നെ നമ്മുടെ കമ്പനിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നു. താങ്ക് യു സോ മച്ച് റെയ്ഹാന മാം. അപ്പോൾ എല്ലാവർക്കും വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരാണോ ഈ ഒരു മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് അവരോട് ചോദിച്ച് തന്നെ നല്ലൊരു തീരുമാനം എടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് ഞാൻ ഈ ഒരു സെക്ഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ്, ജെസിന, സെയിൽസ് മാനേജർ ഓഫ് ഫിജിക്കാർഡ്.com.